എല്ലാവർക്കും സ്വാഗതം. മഴ നല്ല ഉഷാറായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്റ്റൽ മണികൾ പോലെയുള്ള തുള്ളികൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. കണ്ണടച്ചിരുന്ന് മഴയെ ആസ്വദിച്ചാൽ മഴയുടെ സംഗീതത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പല രീതിയിലുള്ള സംഗീതങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആകാശം മനം നിറയെ മുട്ടി നിൽക്കുന്ന സമയത്ത് പെയ്തൊഴിയുന്ന മഴയിലുമുണ്ട് നമുക്ക് കേൾക്കാൻ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ ഒരുങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം മുട്ട പുഴുങ്ങാനിടുകയാണ്. കാരണം ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കോഴികൾ തന്ന മുട്ടയാണ്, അപ്പോൾ അതൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. മഴയുടെ ആ സംഗീതത്തിൻ്റെ സൗണ്ടും നമ്മുടെ ദോശ ചുട്ടും എടുക്കുമ്പോഴുള്ള ആ സൗണ്ടും കൂടെ ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ മക്കൾ കലപില ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ദോശയൊക്കെ ടേസ്റ്റാണ്, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ചുട്ട് നമ്മൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു ദോശക്കുള്ള മാവ് ഒഴിച്ച് ഞാൻ ഒന്ന് ചെടികളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള പണിയിലൊക്കെ പോകും. അങ്ങനെ ദോശയും കറിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി ചായ ഒടിച്ചിട്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് ഇന്ന് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇതാണ്. ഇന്ന് ചായയുടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് പറമ്പല്ലേ, അതുകൊണ്ട് കുറച്ച് സമയം എടുത്താൽ തന്നെ പുല്ലൊക്കെ പറിച്ച് നന്നാക്കിയെടുക്കാം. അപ്പോൾ പുല്ല് പറിച്ച് ഒരു ഭാഗത്ത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ തൈകളൊക്കെ നടണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് തൈ നടണം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ വേസ്റ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. കുറേ ഉടഞ്ഞ ചട്ടികളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി വൃത്തിയാക്കുകയാണ്. പിന്നെ കുറച്ച് വക്കൊക്കെ പൊട്ടിയ ചട്ടിയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ എൻസാൻ്റെ പൊടിയും മണ്ണും കൂടെ ചേർത്തിട്ട് ഇഞ്ചി, മുളക് ഇതൊക്കെ ഒന്ന് നട്ട് വെക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ നമ്മൾ നട്ട് വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ കായ്ച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏത് പൊട്ടിയ ചട്ടിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലേ അതിൽ. 3-4 ചട്ടിയിൽ എൻസാനൊക്കെ നിറച്ച് നമ്മൾ വെച്ച് ഇനി തൈകൾ വെക്കാനുണ്ട്. ഇതാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി. ഞാൻ ഈ വലിയൊരു പോട്ടിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ഇതുപോലെ കെട്ടി വെച്ച് മേലേക്ക് പടർത്തി വിടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിൻ്റെ മുള്ള് നമ്മളെ മേൽ തട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ. എന്നാലും വലിയൊരു തണ്ടൊക്കെ വെച്ച് ഞാൻ കെട്ടി റെഡിയാക്കി. പിന്നെ അതിൻ്റെ ഭാഗത്തൊക്കെയുള്ള പുല്ലും പറിച്ച് നമ്മൾ ഓരോരോ തൈ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് ആ വേസ്റ്റ് നമ്മൾ പോട്ട് മിക്സൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി കുറേ പോട്ടിൽ ഒക്കെ എടുത്ത് വെക്കും. എന്നാലും വേസ്റ്റ് വരുന്നത് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തട്ടുന്ന കാരണം ഇവിടെയുള്ള മരങ്ങളും തൈകളൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ തട്ടുന്ന പോട്ടിംഗ് മിക്സിൻ്റെ ഇതിൽ. പിന്നെ ഈ ലീഫുകൾ, ഉണങ്ങിയ ലീഫും അടിച്ചു വരുന്നതൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് നല്ല കമ്പോസ്റ്റ് വളമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാം. മുരിങ്ങയുടെ കമ്പ് കുറേ ആവുമ്പോൾ തെങ്ങിന് വെയിൽ തട്ടാതിരിക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് കമ്പ് പടർന്നതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കും. അപ്പം ഇന്ന് നമുക്ക് മുരിങ്ങയിൽ താളിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് മതി, എന്നാലും ഇലകൾ എന്തെങ്കിലും ഇല്ല ഞാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. ഏകദേശം എല്ലാ ഭാഗവും ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ മുറിഞ്ഞ് ചാടിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൊമ്പൊക്കെ മതിലിൻ്റെ സൈഡിൽ തന്നെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ എല്ലാം വൃത്തിയാക്കിട്ടോ, നീറ്റാക്കി ഇട്ടിട്ടുണ്ട്.
ഇതിൽ തന്നെ കവുങ്ങ് തൈയുണ്ട്, ഞാൻ കൊള്ളി കുത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, എന്നാലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തെങ്ങിൻ്റെ ചോട്ടിൽ പുല്ലൊക്കെ പറിച്ച് അതും റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പറമ്പ് നല്ല നീറ്റായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ബോട്ടിലാക്കണം. ചായപ്പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന ചായപ്പൊടി പുറത്തേക്ക് എടുത്ത് പുതിയത് കൊണ്ടുവന്നത് ബോട്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഇതുപോലെ ബോട്ടിൽ വാങ്ങും, അതുപോലെ ആട്ടുന്ന സ്ഥലത്തുനിന്നും നമ്മൾ വാങ്ങുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഞാൻ വാങ്ങലാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തെങ്ങ് കായ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറേയൊക്കെ കഴിയുമ്പോൾ ഞാനും വെളിച്ചെണ്ണയൊക്കെ ആട്ടുന്ന ഒരാളായിട്ട് മാറും. ഞാനിതുപോലെ 15 ദിവസം കൂടുമ്പോൾ ഒന്നിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരിക്കലാണ് കേട്ടോ. അതിനും ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ വാട്സപ്പിൽ എഴുതിയിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ആ സാധനങ്ങൾ എത്തിച്ചു തരും. അന്ന് നമ്മൾ പറയുന്ന വെജിറ്റബിളും കാര്യങ്ങളും എല്ലാം അവരെത്തിച്ചു തരും കേട്ടോ. അതുപോലെ തന്നെയാണ് ബേക്കറിയും നമ്മൾ അങ്ങനെ തന്നെയാണ് കൊണ്ടുവരിക്കട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കടല കാര്യങ്ങൾ, അതുപോലെ മൈസൂർ പാക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ കൊണ്ടുവരിക്കുക. അങ്ങനെ അതൊക്കെ എടുത്ത് കവറുകൾ വേറെ വെച്ച് അങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കവറുകളൊക്കെ നമ്മൾ ഒരു ബാഗിലാക്കിയിട്ട് മാറ്റി വെക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്നും പറയുമ്പോൾ നിങ്ങൾക്ക് ചടക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നല്ല, എൻ്റെ ചെമ്പക മരത്തിൽ പൂത്ത ചെമ്പകം ഞാനിതേ പൊട്ടിച്ച് ഓരോ റൂമിലും ഓരോ പൂവ് കൊണ്ടുവെക്കും. അതുപോലെ നമ്മൾ വണ്ടിയിൽ പുറത്ത് പോവുകയാണെങ്കിൽ വണ്ടിയിലും വെക്കും കേട്ടോ. എനിക്ക് ആ സ്മെല്ല് ഇപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെടികളുടെയും അതുപോലെ മുറ്റത്തും ഗാർഡൻ്റെയും അതുപോലെ പറമ്പിൻ്റെയും ഒക്കെ ഭംഗി നോക്കി നടക്കുമ്പോഴാണ് ഒരുപാട് മുളക് ഉണ്ട് കേട്ടോ. ഒരുപാട് മുളക് പഴുത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറിച്ച് നമുക്ക് അച്ചാറിടാമെന്ന് വിചാരിച്ചു. വീണ്ടും മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. മുളകും ഉണക്കമുന്തിരിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ നമ്മളിടുന്നത്. കാരണം ഡെയിലി സ്കൂളിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് അച്ചാറില്ലാതെ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് പുറത്തുനിന്ന് വാങ്ങിയ അച്ചാർ അത്ര ഇഷ്ടമല്ല, ഞാൻ ഇട്ട് കൊടുക്കുക തന്നെ വേണം കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ എല്ലായിടത്തുള്ള മുളകും പൊട്ടിച്ചെടുത്ത് നമ്മൾ ഇഞ്ചിയൊക്കെ അതിൽ ചേർക്കുന്നുണ്ട്, ഈത്തപ്പഴവും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തുള്ളൊരു അച്ചാറാണ്. തിരക്കൊന്നും ഇല്ലാത്ത സമയത്താട്ടോ ഞാൻ അച്ചാറിനൊക്കെ ഒരുങ്ങുക. കാരണം നമ്മൾ മനസ്സ് ഫ്രീ ആയ ടൈമിലാണ് നമുക്കതിൻ്റെ കഷ്ണങ്ങളൊക്കെ വളരെ ചെറുതായി നുറുക്കിയെടുക്കാനൊക്കെ ഉള്ളൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുന്തിരിയാണ് ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുക്കുന്നത്. ഉണക്ക മുന്തിരിയാണ് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചിട്ടൊന്നുമല്ല ഞാൻ അച്ചാർ ഉണ്ടാക്കൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ്. കാരണം ഇത് കുറേ കാലം നമുക്ക് കേടുപാടിടാതെ വെക്കാനൊന്നും ഉള്ളതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ ചീരമുളക് കുറേ മൂത്ത് നല്ല എരിവാവുന്നതിന് മുമ്പാണ് ഞാൻ പൊട്ടിച്ച് അച്ചാറിടുക. അങ്ങനെ ചെറിയൊരു മൂപ്പാവുന്ന സമയത്ത് അറുത്തിട്ടുമ്പോൾ നമുക്കതിൽ ജസ്റ്റ് ഒരു ഹോള് മാത്രം ഇട്ട് കൊടുത്തിട്ട് അച്ചാറിലിട്ടുമ്പോൾ നമുക്ക് ചോറിലേക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല.
നന്നായി ഇതായതിന് ശേഷം, മൂത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈ അച്ചാറിൽ ഞാൻ അച്ചാർ പൊടി ഇടാറില്ല കേട്ടോ, മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പൊതുവെ വിനാഗിരി ഇവിടെ വല്ലാതെ ഒന്നും അച്ചാറിലേക്ക് യൂസ് ചെയ്യാറില്ല. ആ ഒരു ടേസ്റ്റ് കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പുളി കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഈത്തപ്പഴം ഞൊരടിയതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ തിക്ക് ആയ അച്ചാർ അതുപോലെയാണ്. പിന്നെ ഞാൻ വിനാഗിരി യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ, കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണിത്. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുള്ള പരിപാടി. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ അടപ്പ് വെച്ച് അടച്ച് അതിൻ്റെ ആവിയിലാണ് നമ്മൾ ബാക്കി വേവിച്ചെടുക്കുന്നത്. ഒരല്പം ഉലുവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നത്തെ ഫുള്ളായിട്ടുള്ള വിശേഷങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ, ഓരോ ദിവസം ഓരോരോ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സന്തോഷം കണ്ടെത്തുക, അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്കൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുണ്ടെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ കമൻറ്റിലൂടെ. അതിന് പാചകത്തിൻ്റേതായാലും പറമ്പിലെ കാര്യങ്ങളായാലും ചെടിയുടെ കാര്യങ്ങളായാലും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. എല്ലാവരും വീഡിയോയുടെ മുമ്പ് തന്നെ അത് പറയും, പക്ഷേ ഞാൻ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി, നമസ്കാരം.